ഹിന്ദു രാജഭരണം മടക്കിക്കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ കലാപം. മൊണാസ്ട്രികളെ അനുകൂലിച്ച് നടക്കുന്ന പ്രക്ഷോഭം വ്യാപക അക്രമവും പോലീസുമായുള്ള ഏറ്റുമുട്ടലും നടന്നതിനെ തുടർന്ന് കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഒരു മാധ്യമപ്രവർത്തകനും ഒരു പ്രക്ഷോഭകനും കലാപത്തിൽ കൊല്ലപ്പെട്ടു. കിരൺ ബാബു ചേരുന്ന വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, എങ്ങനെയാണ്, നിയന്ത്രിതമാണോ നിലവിലത്തെ സാഹചര്യങ്ങൾ? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ? എൽദോ, നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് പറഞ്ഞുകൂടാ. നേപ്പാളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ രാജഭരണം മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് രാജഭക്തരായ ചില ആളുകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നേപ്പാളിന്റെ മുൻ രാജാവ് ഗ്യാനേന്ദ്ര ഷാ അത്തരമൊരു ആവശ്യം പരസ്യമായി തന്നെ അദ്ദേഹം ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രാജഭക്തരായ ആളുകളുടെ നേതൃത്വത്തിലും ചില വലതുപക്ഷ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ആരംഭിച്ചത്. ഇത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നാണ് ഈ സമരത്തിന് കൂടുതൽ കലാപത്തിന്റെ ഒരു രീതിയിലേക്ക് സമരം മാറുകയും പോലീസുമായിട്ടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വന്നു. രാജ ആവു ദേശ് ബച്ചൗ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് അവർ പ്രധാനമായും വിളിക്കുന്നത്. അത് രാജാവ് മടങ്ങി വരട്ടെ, രാജ്യത്തെ രക്ഷിക്കട്ടെ, അഴിമതി നിറഞ്ഞ ഇപ്പോഴത്തെ ഈ ജനാധിപത്യ സർക്കാർ തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യമാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത്. ഇത് ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം കാഠ്മണ്ഡുവിൽ വളരെ വലിയ തോതിലേക്കുള്ള ഒരു കലാപത്തിലേക്കും അല്ലെങ്കിൽ അക്രമത്തിലേക്കും ഒക്കെ നീങ്ങിയിരുന്നു. നേപ്പാൾ പോലീസുമായിട്ടൊക്കെ ഇവർ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും അവിടെ ടിങ്കുനെ മേഖലയിലാണ് ഇത്തരത്തിലേക്കുള്ള വലിയ ഏറ്റുമുട്ടലുകൾ ഒക്കെ ഉണ്ടായത്. ഇതിന് ബദലായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് സോഷ്യലും ഒക്കെ ഇതിനെതിരായ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇതിനെതിരായ സമരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പ്രചണ്ഡ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഈ സമരത്തിന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് വിഭാഗമായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നത്. മറ്റൊരു കൗതുകരമായ ഒരു അവസ്ഥ, നേരത്തെ നേപ്പാളിന്റെ മുൻ രാജാവ് ഗ്യാനേന്ദ്ര ഷായുടെ ചിത്രങ്ങൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങൾ കൂടി പ്രക്ഷോഭകർ ഉയർത്തി കാണിച്ചിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ ചില നേപ്പാളിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും നേപ്പാളിൽ ആ തരത്തിലേക്ക് രാജഭരണത്തെ അനുകൂലിക്കുന്നവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമരം അതൊരു കലാപത്തിന്റെയൊക്കെ അന്തരീക്ഷത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2008 നേപ്പാളിലെ രാജഭരണം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ വളരെ സജീവമായ ഇടപെടൽ ആ വിഷയത്തിലടക്കം ഉണ്ടായിരുന്നു. നേപ്പാളിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യ സർക്കാരിൻ്റെയൊക്കെയുള്ള ഇന്ത്യ എപ്പോഴും സൗഹൃദം പുലർത്തിയിരുന്ന ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. ആ തരത്തിലേക്കുള്ള ഇടപെടലിനൊക്കെ ശേഷമാണ് 2008 അവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. 240 വർഷത്തോളം നീണ്ട നേപ്പാളിലെ രാജഭരണത്തിന് കൂടിയാണ് അന്ന് അവസാനമായത്. ഇപ്പോഴാണ് വീണ്ടും ആ രാജഭരണത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ രാജഭക്തരായ ആളുകളുടെ നേതൃത്വത്തിൽ വീണ്ടും രാജഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. നേപ്പാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ഒലി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഒരു ലോകത്തിൻ്റെ സംവിധാനങ്ങളിൽ ഒരു റിവേഴ്സ് ഗിയർ ഒരിക്കലുമില്ല. ഒരിക്കൽ രാജഭരണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് രാജഭരണത്തിലേക്ക് പോകുന്ന റിവേഴ്സ് ഗിയറില്ല. അതുകൊണ്ട് നേപ്പാളിലും അത്തരം ഒരു കാര്യം നടക്കില്ല. ജനാധിപത്യം ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. റൈറ്റ്, കിരൺ ബാബു നൽകിയത്. നേപ്പാളിൽ കലാപം, അത് കർഫ്യൂവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. കാഠ്മണ്ഡുവിൽ നിലവിൽ 2 പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്.